ഹലോ എവരിവൺ. മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിനോട് അതീവ താല്പര്യമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളൊരു സുവർണാവസരമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ CMI. ഗണിതശാസ്ത്ര പഠന ഗവേഷണ രംഗത്ത് രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് CMI എന്ന് പറയുന്നത്. ചെന്നൈയിലെ ചിരുശ്ശേരിയിലാണ് നമ്മുടെ ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. മികവുറ്റ അധ്യാപകർ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ലൈബ്രറി ഫെസിലിറ്റീസ് എന്നിവയെല്ലാം ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് തുടർ പഠനത്തിനും ഗവേഷണത്തിനും അതേപോലെ തന്നെ ഇന്റേൺഷിപ്പിനും ധാരാളം അവസരങ്ങളുണ്ട്. നമുക്കറിയാം, മാത്തമാറ്റിക്സ് ഗവേഷണ രംഗത്തെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് പാരീസിലെ ENS എന്ന് പറയുന്നത്. അപ്പോൾ ENSുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻറ് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമിനും ഇതുവഴി ഒരു അവസരം ലഭിക്കുന്നതാണ്. CMIയിലെ ബിരുദധാരികൾക്ക് കാൽടെക്സ്, അതേപോലെ തന്നെ സ്റ്റാൻഫോർഡ്, ഹാർവാർഡ്, ബെർക്കിലി, ചിക്കാഗോ, IITs, ഐസർ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളിലും തുടർ പഠനത്തിനും ഗവേഷണത്തിനും അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ജോലി സാധ്യതകളെ പറ്റി ഒന്ന് നോക്കാം. CMIയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് ജോലി ലഭിക്കുന്നതെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. നമുക്കറിയാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, അനലറ്റിക്സ്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇതിന് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും സെക്യൂർ ആയിട്ടൊരു ജോലി തന്നെ ഉറപ്പാണ്. ഇനി നമുക്ക് ഇവിടെ ഏതൊക്കെ പ്രോഗ്രാമുകളാണ് നമുക്ക് പഠനത്തിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ BSc പ്രോഗ്രാംസും അതേപോലെ തന്നെ MSc പ്രോഗ്രാംസും PhD പ്രോഗ്രാംസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം BSc ഓണേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിലും അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എന്നീ കോമ്പിനേഷൻസ് ആണ് നമുക്ക് BSc ഓണേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഒരു ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ എൻട്രൻസ് എക്സാം മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. സാധാരണയായിട്ട് മെയ് മാസങ്ങളിലാണ് നമ്മൾക്ക് ഇതിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റിയാണ്. അപ്പോൾ +2 ആണ് ഇതിൻ്റെ ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡുകളിൽ മികവ് തെളിയിച്ച കുട്ടികളാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപയാണ് നമുക്ക് ഫീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫീസ് കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ എക്സാമിൽ നല്ലൊരു സ്കോർ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീസിന് ഇളവ് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വാർഷിക വരുമാനവും അവർ ഫീസ് ഇളവിന് വേണ്ടി കണക്കാക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒളിമ്പ്യാഡുകളിൽ മികവ് കാണിച്ച കുട്ടികൾക്കും ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. അപ്പം മാത്തമാറ്റിക്സ് മുന്നോട്ട് പഠിക്കണമെന്നും അതിൽ റിസർച്ച് നടത്തണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യേണ്ടതാണ്. അപ്പം ഓൾ ദി ബെസ്റ്റ്.